നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എല്ലാം തൊലക്കിഞ്ഞ് എനിക്ക് അങ്കാരികൾ എനിക്ക് അവകാശമില്ലാതെ അപ്പച്ചിയുടെ കാത് പൊട്ടിയിട്ടൊന്നുമില്ല. എന്തിനാ ഇപ്പൊ ഡാഡിയോട് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പോയത്? എങ്ങനത്തെ സംസാരം? അല്ല, സ്വത്തിന്റെ കാര്യവും വീതം വെക്കലും ഭാഗം വെക്കലിനും ഒക്കെ പറ്റി പിന്നെ പറയണ്ടേ? എന്റെ മൂക്കിൽ പഞ്ഞു വെച്ചിട്ട് വേണോ പറയാൻ? അപ്പച്ചിക്ക് ഇത് എന്താ പറ്റിയത്? തരം പോലെ ഞാൻ പറയുമായിരുന്നു. ഓ, നീ പറഞ്ഞു 5 ലക്ഷം രൂപ ഞാൻ ചോദിച്ചിട്ട് നീ തന്നോ? ഇല്ലല്ലോ. പിന്നെ അപ്പച്ചിക്ക് ഇപ്പൊ ഇത്രയും പണത്തിന്റെയും ഭാഗത്തിന്റെ ഒക്കെ ആവശ്യം എന്താണെന്നാ? അങ്ങനെ ചിന്തിച്ചാലേ ഡാഡിയെ തെറ്റ് പറയാനാവോ? വേണ്ട. ഡാഡിയുടെ മോളുടെ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. എനിക്ക് എന്റെ ആവശ്യങ്ങൾ നടക്കണം. ആ ആവശ്യങ്ങൾ എന്താണെന്നേ ചോദിച്ചുള്ളൂ. ആറ്റിൽ കളഞ്ഞാലും ആളെന്ന് കളയണം എന്നല്ലേ അപ്പച്ചി? അങ്ങനെ ആരെയും വരവ് ചെലവ് വട്ടച്ചെലവ് ബോധിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. അവകാശങ്ങൾ, അർഹത, ഇത് രണ്ടും ഉണ്ടെങ്കിൽ വേണ്ടത് നേടിയെടുക്കാൻ ഈ കാഞ്ചനയ്ക്ക് അറിയാം. ഒരു വീട്ടുവേലക്കാരിയുടെ മാസ ശമ്പളം കൂട്ടി വച്ചാൽ തന്നെ എനിക്ക് കിട്ടാനുള്ളത് ലക്ഷങ്ങളാണ്. എന്താ അപ്പച്ചി ഇങ്ങനെയൊക്കെ? എനിക്ക് തോന്നുന്നത് അപ്പച്ചി നിയന്ത്രിക്കുന്നത് മറ്റാരോ ആണെന്ന്. മറ്റാരോ? ഏതാര്? അതെനിക്കറിയില്ല. പക്ഷേ അപ്പച്ചിയുടെ അടക്കി പിടിച്ചുള്ള ഫോൺ സംസാരമൊക്കെ ഞാൻ കാണുന്നതല്ലേ. അതിപ്പോ കഥ കറങ്ങി തിരിഞ്ഞ് അപ്പിച്ചിട്ട് നെഞ്ചിലേക്കെ. എനിക്ക് സൗകര്യമുള്ളവരെ സൗകര്യമുള്ള സമയത്ത് ഞാൻ വിളിക്കും. അതിനെന്താ? ഒന്നും ഇല്ലേ. പക്ഷേ ഡാഡിയോട് അവകാശം ചോദിക്കാൻ പോകുമ്പോ 4 വട്ടം ചിന്തിച്ചിട്ട് പോണം. അല്ലെങ്കിൽ തമ്പാനൂർ സെൻട്രലിൽ വിളിച്ചിട്ട് വടക്കോട്ടുള്ള ട്രെയിൻ ഏതാന്ന് തിരക്കി വെക്കണം. വീതമോ കിട്ടില്ല. അപ്പൊ പിന്നെ ഉള്ള ബാഗും തൂക്കി അപ്പച്ചിക്ക് ട്രെയിൻ പിടിക്കാലോ. നമ്മുടെ മുത്തശ്ശി കൊള്ളാവല്ലോ. അഞ്ചുരുളി വാനം, മാരിയമ്മൻ, അരികിൽ വീരഭദ്രൻ. എന്നിട്ട് നിന്റെ ദേവിയായിട്ട് സമ്മതിച്ചോ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാൻ? സമ്മതിക്കാതെ പിന്നെ അമ്മ ഇടയ്ക്കൊന്ന് ഇടങ്കോലിടാൻ നോക്കി. പക്ഷെ മുത്തശ്ശി വിട്ടില്ല. ത്യാഗിയായ ദേവിക എനിക്ക് വേണ്ടി ഏത് പാതാളത്തിൽ പോയി പ്രാർത്ഥിക്കാനും റെഡി. അവര് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നീ കരുതുന്നു? നമ്മുടെ കല്യാണം നടക്കരുത് എന്നാ അവരുടെ പ്രാർത്ഥന. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ആർക്ക് വേണം അവരുടെ പ്രാർത്ഥന? പോകുന്ന വഴി ആ വനത്തിൽ വെച്ച് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും കിട്ടും. മുത്തശ്ശിയെ ശരത്തേട്ടന് ശരിക്കും അറിയാഞ്ഞിട്ടാ. തീരുമാനിച്ചുറച്ചാലേ എന്തും ചെയ്യുന്ന ആളാ മുത്തശ്ശി. അങ്ങനെ വേണം. മുത്തശ്ശിയുടെ ആ ധൈര്യമാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. എന്ത് ചെയ്യാൻ മടിക്കാത്ത ആളാ ഞാനും. ആ ദേവികയെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട്. എന്റെ അച്ഛനും അമ്മയെ എന്നിൽ നിന്ന് അകറ്റിയ ആളാ. കുഞ്ഞുനാളില് പോലും എന്റെ അമ്മ എന്നൊന്ന് തല്ലിയിട്ടില്ല. അവര് അമ്മയെ കൊണ്ട് അതും ചെയ്യിപ്പിച്ചു. ഒന്നും മറക്കരുത്. മണ്ണി കുഴിച്ചിട്ട വീഞ്ഞും മനസ്സിലടക്കിയ പകയും ഒരേപോലാണെന്ന. പഴകും തോറും വീര്യം കൂടിക്കൊണ്ടേ. എനിക്ക് അവരോടുള്ള പക ഈ ജന്മത്ത് കുറയില്ല. കുറയരുത്. പിന്നെ മുത്തശ്ശി ദേവിയെ കൊണ്ട് അഞ്ചുള്ളി വനത്തിൽ എന്നാ പോകുന്നത്? അടുത്ത ദിവസം തന്നെ ഉണ്ടാവും. എന്താ ശരത്തേട്ടാ? ഒന്നുമില്ല. നിന്റെ ദീർഘമാംഗല്യത്തിന് വേണ്ടി ദേവി കേട്ടെത്തി കാടും മേടും കടന്നുപോയി പ്രാർത്ഥിക്കുമ്പോ അവർക്ക് വേണ്ടി ഞാനും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണ്ടേ? വെള്ളം കുടിപ്പിക്കും ഞാൻ അവരെ. ഇതുപോലെ.
സിദ്ധാർത്ഥ, ഈ ഭൂമിയിൽ നീ ഉണരുകയും ഉറങ്ങുകയും ജീവിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരുടെ സങ്കടങ്ങളെ നിന്റെ മുഖത്തെ ചിരി കൊണ്ട് മറയ്ക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്റെ ജീവനാണ് എന്റെ ജീവിതം. പക്ഷേ എന്റെ ജീവന്റെ ജീവനായിരുന്നവർ ഇപ്പോൾ അപകടത്തിലാണ്. അവരുടെ ജീവനും ജീവിതവും മൂർച്ചയേറിയ ഒരു വാളിന്റെ വായ്ത്തലയ്ക്ക് താഴെയാണ്. നീ അതറിയുന്നുണ്ടാവില്ല. പക്ഷേ അവർക്കൊരു കരുതലും കാവലുമായി നീ മാറണം. ഞാൻ മുഴുമിപ്പിക്കാതെ പോയ എന്റെ ജീവിതത്തിന്റെ ബാക്കി പൂരിപ്പിക്കേണ്ടത് നീയാണ്. ഞാനുണ്ട് അവർക്ക് ഞാനുണ്ട്. ഞാൻ വരിക. എനിക്ക് വഴി കാണിച്ചു തന്നാ മതി. അളിയ എന്തായി കളിക്കുന്നേ? അളിയ എവിടെ പോന്നു? പ്രേമേ വന്നേ. എന്തുവാ ചെയ്യുന്നേ? എന്താ പ്രേമേ? എന്താ ചേട്ടനത് ഇവിടെ പോന്നെ? സിദ്ധു അയ്യോ അളിയ സിദ്ധു എടാ അവിടെ നിൽക്കേ. അളിയന് രാത്രി എവിടെ പോവാ? എനിക്ക് പോണം. കൈ വിടണം. എനിക്ക് പോണം. എന്താടാ സിദ്ധു ഇറങ്ങാൻ? കൈ വിടാൻ. എനിക്ക് പോണം. അളിയന് രാത്രി ഒരിടവും പോണ്ട. നീ എവിടെ പോയി രാത്രിയില്? എനിക്ക് പോണെന്ന്. വീട്ടിലോട്ട് കയറി. എന്നെ വിട്. എവിടെ പോവാ? എനിക്ക് പോണം. എന്നെ വിട്. ഇരിക്കളിയാ. എന്നെ കൈ വിട്. വിട്. വിടാനല്ലേ പറഞ്ഞത്? നീ രാത്രി എങ്ങും പോകുന്നില്ല. ഒരിടവും പോകണ്ട. ഇപ്പോഴും ഉറക്കപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പ്രേമേ കുറച്ച് തണുത്ത വെള്ളം കൊണ്ടുവന്നേ. വേഗം പോ. ഇരികളിയാ അവിടെ. മോനെ സിദ്ധുവേട്ടാ സിദ്ധുവേട്ടാ എന്തു പറ്റിയടാ മോനെ? സിദ്ധു അല്ല, നിങ്ങളാരും ഉറങ്ങാത്തെന്താ?